ഞാനിന്നൊരു ബുദ്ധിരാക്ഷസനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗൈസ്, നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ പഴം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് 20 റോസ്റ്റിന് മേലെ, എന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. പടത്തിന്റെ തുടക്കത്തിൽ ഒരു പേട്ട സൈക്കോ ഒരു പഞ്ചായത്തിലുള്ള ഒരാളെ കൊല്ലും ഗൈസ്. എന്നിട്ട് ആ പഞ്ചായത്തിലുള്ള പോലീസുകാർ ഇത് അന്വേഷിക്കാൻ വരും. ഈ പോലീസുകാരെ കുറിച്ച് പറയണെങ്കിൽ ഇവർക്ക് അന്വേഷിക്കാൻ അറിയില്ല ഗൈസ്. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? നടപടികളെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. ഇതെന്താ ഇങ്ങനെയാവണത്? പോലീസുകാരെന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടനെ അറിയിക്കാൻ പറയും. ധ്യാൻ ചേട്ടനെ പഞ്ചായത്തിലെ വലിയ ഡിറ്റക്റ്റീവ്. എന്നിട്ട് ധ്യാൻ ചേട്ടൻ വരും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ക്രൈം സീനിക്ക് വരുമ്പോൾ അവിടെ വെച്ചൊരു ചെരുപ്പ് കാണും. ധ്യാൻ ചേട്ടൻ ഈ സിനിമയിലെ നായകനായ കാരണം ആ ചെരുപ്പ് കാണുമ്പോൾ തന്നെ അത് സൈക്കോടെയാന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫോറൻസിക്കിനും കൊടുക്കാണ്ട് തന്നെ അത് ആരാന്ന് മനസ്സിലാക്കും ഗൈസ്. മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. ധ്യാൻ ചേട്ടൻ പിന്നെ ഒരു സൈക്കോ എന്ന് പറഞ്ഞ ഒരാളെ കാട്ടിക്കൊടുക്കുമ്പോ തന്നെ ഒരു തെളിവില്ലാണ്ട് പോലീസുകാരെ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടും ഗൈസ്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് രാത്രി എന്ന് പറഞ്ഞ പേടിയാണ് ഗൈസ്. ചെറുപ്പത്തിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ പുറത്തിറങ്ങിയപ്പോ ഒരു കോക്കാച്ചിനെ കണ്ട് പേടിച്ചു. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഏതോ ഒരു അജ്ഞാത ശക്തി, ഇന്നൊന്നും ഓർമ്മയില്ലടോ. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ പഞ്ചായത്തിൽ ഒരു പേട്ട സൈക്കോ വന്നിട്ട് വീണ്ടും ഒരാളെ കൊല്ലും ഗൈസ്. എന്നിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ വീണ്ടും വന്നിട്ട് അത് അന്വേഷിക്കും. ശരീരത്തിലും നെറ്റിയിലും ചുറ്റി കൊണ്ടോ മറ്റെന്തോ വസ്തു കൊണ്ടോ അടിച്ച പാടുകളുണ്ട്. ഇവരിങ്ങനെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ മിക്കവാറും പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം പെട്ടിയിലാവും ഗൈസ്. ഇനി ഇവിടെ ഞാൻ മതി. ഇവന്മാരെ കൊണ്ട് ഒരു പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഒരു സുപ്പീരിയർ ഓഫീസർ ഒരു പുതിയ പോലീസുകാരനെ അവിടെ ഇറക്കും. എന്നിട്ട് അങ്ങേര് കിടന്ന് അന്വേഷിക്കും ഗൈസ്. അന്വേഷിക്കുമ്പോൾ അങ്ങേർക്ക് ഒരു കാര്യം മനസ്സിലാവും. സോ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സൈക്കോപാത്ത് ആയിട്ടായിരിക്കണം. മണിയ, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇവര് ഗംഭീരമായിട്ട് അന്വേഷണം നടത്തുന്ന കാരണം ആ പഞ്ചായത്തിൽ വീണ്ടും ഒരാളെ ആ സീരിയൽ കില്ലർ തല്ലി കൊല്ലും. പിന്നെ ആ സ്പോട്ടിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഉണ്ടാവും. ധ്യാൻ ചേട്ടൻ അവിടെ വെച്ചിട്ട് പറയും ഇത് ചെയ്തത് ആ പോലീസുകാരനാന്ന്. എന്നിട്ട് ആ പോലീസുകാരൻ വന്നിട്ട് പറയും ഇത് ചെയ്തത് ധ്യാൻ ചേട്ടന്റെ അപ്പനാണെന്ന്. ഇത് ഇവര് ചെയ്തത് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഗൈസ്. പക്ഷെ കാണണം നമുക്കറിയാം ഇത് ചെയ്തത് ഇവർ രണ്ടുപേരല്ലാന്ന്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സൈക്കോനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാണ് ഗൈസ്. എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കും. വൈകാതെ തന്നെ പ്ലാച്ചിക്കാവിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കും. നിനക്ക് നിനക്കെന്താ അസുഖം? പിന്നെ പടം തീരാറാവുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു ഐഡിയ കിട്ടും ഗൈസ്. ആ സൈക്കോനെ രാത്രി പോയിട്ട് പോലീസുകാരോട് അന്വേഷിക്കാൻ പറയും. അതെ ഗൈസ്, ഇതുവരെ പോലീസുകാര് രാത്രി ആൾക്കാരെ കൊല്ലണ സൈക്കോനെ രാത്രി അന്വേഷിക്കാൻ പോയില്ല. എന്റെ പൊന്നു മണ്ടന്മാരെ. എന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാവരും കൂടിയിട്ട് ആ സൈക്കോനെ അന്വേഷിക്കാനായിട്ട് പോവും ഗൈസ്. എന്നിട്ട് അവസാനം രാത്രി ആ സൈക്കോനെ അവർ പിടിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എന്നിട്ട് ഈ പേട്ട സൈക്കോനെ ഇവർ പിടിച്ചിട്ട് അവന്റെ ഫ്ലാഷ് ബാക്ക് അവൻ പറയും ഗൈസ്. അവൻ എന്നിട്ടാണ്ടൊക്കെ കാട്ടി കൂട്ടും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ മനസ്സിലാക്കും ഈ പേട്ട സൈക്കോയ്ക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ടെന്നുള്ള കാര്യം. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ആ മറ്റേ സൈക്കോനെ പിടിക്കാനായിട്ട് ധ്യാൻ ചേട്ടന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ കിട്ടും ഗൈസ്. രണ്ട് പിള്ളേരെയും രണ്ട് പ്രായമായവരെ നമ്മളൊരു വീട്ടിലാക്കണം. ധ്യാൻ ചേട്ടൻ ഈ സിനിമയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആ സൈക്കോ ആ പഞ്ചായത്തിൽ ധ്യാൻ ചേട്ടൻ സെറ്റ് ചെയ്ത വീട് അന്വേഷിച്ച് വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവും. അപ്പൊ പോലീസുകാർ ഇവരെ പിടിക്കും. എന്നിട്ട് ഇവര് ആ സൈക്കോനെ അറസ്റ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ സൈക്കോനെ പിടിച്ചിട്ട് പടം കഴിഞ്ഞു ഗൈസ്. പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താ ഈ സൈക്കോ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടമാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും.